ഈ വിഭജന ഭീകരതാ സ്മൃതി ദിനം ഇത് ചിലർക്ക് വലിയൊരു അസഹിഷ്ണുതയാണ് ഉണ്ടാക്കുന്നത്. സംസ്ഥാന ഗവർണർ സർവകലാശാലയ്ക്ക് കൊടുത്ത സർക്കുലറിലെ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ അസഹിഷ്ണുത ഇവർക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എന്തിന് ഒരു ദിനം എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. അതിനകത്ത് അത്തരത്തിൽ ആ ദിനത്തിന് പ്രസക്തി കൂടുകയല്ലേ ഇപ്പം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അങ്ങ് പറഞ്ഞത് ശരിയാണ്. 2021 ഓഗസ്റ്റ് 14 ഇന്നേ ദിവസം ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ വിഭജനം എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരമായ അനുഭവം, ചരിത്ര അനുഭവം, 20 ലക്ഷം പേര് താമസ സ്ഥലത്ത് നിന്ന് കുടിമാറി പോകേണ്ടി വന്നു. ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. ബലാത്സംഗങ്ങളും പിടിച്ചുപറികളും എല്ലാം നടമാടുകയായിരുന്നു. ഒരു ട്രെയിൻ നിറച്ച് തല മാത്രം വെട്ടി അങ്ങോട്ട് അയക്കുമ്പം അവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ തന്നെ ചോരക്കളിയായിരുന്നത്. അത് ആ ദിവസം വിഭജന ഭീകരതാ സ്മൃതി ദിനമായിട്ട് ആഘോഷിക്കാൻ പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഘട്ടത്തിലും അതിൽ ഇരയായ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ സ്മരിക്കാനല്ല ആവശ്യപ്പെട്ടത്. അതാണ് അടിസ്ഥാന പ്രശ്നം. അത് പാകിസ്ഥാനിലെ ജനതയ്ക്ക് പോലും ആ ദിവസം ഓർമ്മയുണ്ടാവും നല്ലതാണ്. ഭാരതത്തിലെയും പാകിസ്ഥാന്റെയും ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾക്ക് അത്തരത്തിൽ വേരുകളിൽ നിന്ന് സാധാരണ ജനങ്ങളെ പിഴുതെറിയുന്ന സാഹചര്യം വന്നാൽ എന്തായിരിക്കും അതിൻ്റെ തിക്തഫലങ്ങളെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നിടത്താണ് അത് ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യത ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബുവർഷം ഉണ്ടായപ്പോൾ അതെല്ലാവരും മറന്നിരിക്കുകയാണോ? അല്ലല്ലോ, ആവർത്തിച്ചോർക്കും. ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ പറയുന്നത് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ, എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിൽ എന്താ ഈ പ്രത്യേക സാഹചര്യം? ആ സാഹചര്യത്തിൽ ഇവിടെ അത് വിഭാഗീയത വളർത്തുന്നു. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ മന്ത്രി ബിന്ദുവും ഒക്കെ പറയുന്നത്. ഏതായാലും ഒരു കാര്യം സാറ് പറഞ്ഞ പോലെ അവർ ചെയ്തു. 2021 നരേന്ദ്രമോദിയുടെ ആഹ്വാനം പല പ്രദേശങ്ങളിലും ആ ഒരു ആചരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ യഥാർത്ഥത്തിൽ വലിയ വാർത്ത പോലും ആയില്ല. ഇപ്പൊ ഗവർണർ ഇങ്ങനെ ആവശ്യപ്പെടാനും അതിനെ ഇത്തരത്തിൽ എന്തു വന്നാലും എതിർക്കും എന്ന ഒരു നകാരാത്മക സമീപനത്തോടു കൂടി സമീപിക്കുന്ന ഒരു സർക്കാർ, ചില മന്ത്രിമാര്, അവരെ പിന്നിൽ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒക്കെ വരുന്നു എന്ന് പറയുമ്പം അതുയർത്തുന്ന ചോദ്യങ്ങൾ പലതാണ്. ഒന്നാമത്തെ ചോദ്യം, ജീസസ് ക്രൈസ്റ്റിനെ, യേശുദേവനെ കുരിശിലേറ്റിയ സംഭവം എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളും മുട്ടാൽ കുത്തുന്ന പ്രാർത്ഥനയുള്ള ദിവസം ഓർക്കാറില്ലേ? ആ ദിവസം ആരും മറച്ചു കഴിഞ്ഞിട്ടില്ല, മായ്ച്ചു കളഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ പേരില് ആ ത്യാഗത്തിന്റെ ജീവൻ സ്വരൂപമായിരുന്ന യേശുദേവനെ കുരിശാൽ കയറ്റി കുരിശിൽ തറച്ച് വധിച്ച യഹൂദരും ക്രിസ്തുദേവന്റെ അനുയായികളായ ക്രിസ്ത്യാനികളും നമ്മൾ ഇന്നും സംഘർഷം ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഒരു സംഘർഷം ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ആ കുരിശിൽ കയറ്റിയ സംഭവത്തെ അവർ മറന്നു കളഞ്ഞിട്ടുണ്ടോ? മറക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാ വർഷവും ഓർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം ആചരിക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. അപ്പൊ എന്റെ ചോദ്യം ഒന്ന് അവിടെ കഴിഞ്ഞു. ഇനി ഭാരതത്തിലെ തന്നെ ഞാൻ പറയാം, കേരളത്തിലെ തന്നെ പുന്നപ്രയിലും വയലാറിലും മരിച്ചു വീണ രക്തസാക്ഷികള്, അവരെ ചതിച്ചു കൊല്ലുകയാണെന്നുള്ള വിവരം ചരിത്രം ഇപ്പം പുറത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിക്കാർ തന്നെ കൊന്നു എന്ന് പൊതുജനം ഇപ്പോഴും സംശയിക്കുന്ന കൃഷ്ണപിള്ളയുടെ മരണം സ്മരിക്കാം, പുന്നപ്ര വയലാർ സ്മരിക്കാം, ഇതെല്ലാം സ്മരിക്കാം.
ഏതെങ്കിലും കാരണവശാൽ സംഘടനത്തിലോ അതല്ല അങ്ങനെയുള്ള ആളുകൾ കിട്ടാതെ വന്നാൽ അപകടത്തിൽ മരിക്കുന്നവരെ പോലും രക്തസാക്ഷികളാക്കി നാൽക്കവരകളിലും 4 പേര് കൂടുന്നിടത്തുമൊക്കെ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി അതിനെ ഒരു വ്യവസായമാക്കി മാറ്റിയവർ പറയുകയാണ് 1947 വിഭജന സന്ദർഭത്തിൽ ഉണ്ടായ ആ ഭീകരമായ സംഭവത്തെ ഓർമ്മയെ ഇനി ആരും ഓർക്കരുത്, മറന്നുകൊള്ളണമെന്ന്. എന്തെങ്കിലും പറയാൻ കാരണം എന്താ അങ്ങനെ പറയാൻ വേണ്ടി? അതിൽ പങ്കെടുത്ത ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആരെങ്കിലും കേരളത്തിലുണ്ടോ? കേരളത്തിലെ സവിശേഷത പറയുമ്പോൾ ആരും പഞ്ചാബിൽ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാം, ബംഗാളിൽ പറഞ്ഞാലും മനസ്സിലാക്കാം, യു പിയിലൊക്കെ മനസ്സിലാക്കാം. പക്ഷേ സംഘർഷത്തിൽ പങ്കെടുത്ത 2 കൂട്ടരും കേരളത്തിലില്ലല്ലോ. പിന്നെ കേരളത്തിൽ എന്താ പ്രത്യേകത? ഇനി ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, പാലസ്തീൻ വിഷയം. ഈ പാലസ്തീൻ്റെ കൂടെയാണെങ്കിലും ഇസ്രായേലിന്റെ കൂടെയാണെങ്കിലും ഇവിടെ ഏത് യൂണിവേഴ്സിറ്റിയിലും എവിടെ എന്ത് പരിപാടി നടന്നു കഴിഞ്ഞാലും ഈ 2 രാജ്യങ്ങളെ പിന്തുണച്ചാലും കേരളത്തിൽ എതിർക്കാനുള്ള സ്വാഭാവിക സമൂഹങ്ങളുണ്ട് മതപരമായ കാരണങ്ങളിൽ. അതിന്റെ പേരിൽ ഇവരാരും നിയമസഭയിൽ പോലും വിഷയം ചർച്ച ചെയ്യാറുണ്ട്, യൂണിവേഴ്സിറ്റികൾ ചർച്ച ചെയ്യാറുണ്ട്. പൊതുവിടയങ്ങളിൽ ഹമാസിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി ഹമാസിന്റെ ഭീകരവാദികളെ കോഴിക്കോട് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാം. പക്ഷെ 1947 ആ ഭീകര സംഭവം മറക്കണമെന്ന്. ഇത് മറക്കെന്ന് പറയുന്ന കാര്യം കേവലം അതുപോലെ തന്നെ ഒരു കാര്യം നമ്മുടെ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് വാഗൻ രാത്രി ഉണ്ടായി. അതെ, അത് ഓർക്കണം. പക്ഷെ മലബാറിലെ കിണറിനകത്ത്, ആ തൂവൂർ കിണറിനകത്ത് ഹിന്ദുവിനെ തലയെടുത്തിട്ടത് അത് ഓർക്കരുത്. അതിന് വേറെ ന്യായവും കാരണമൊക്കെ പറഞ്ഞ് അതിനെ ഇരുട്ടിലാക്കണം ആ ഓർമ്മകളെ. ഈ ബുദ്ധി, ഈ തന്ത്രം, ഈ കുടിലതന്ത്രം ഇത് രാജ്യത്ത് എല്ലാവരും മനസ്സിലാക്കും. ഇന്നൊരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കേരളത്തിലെ അന്ന് അവിടെ ഇട്ടതുപോലെ കിണറിനകത്ത് ഇടണമെന്ന് ആരും പറയില്ല, ആരും പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബുദ്ധിയുള്ളവരാരും മനുഷ്യത്വമുള്ളവരാരും. പക്ഷെ അതുകൊണ്ട് ആ സ്മരണ പാടില്ലെന്ന് പറയുന്നതും അതും ശരിയല്ല. ഇതിന് വേറൊരു കാര്യമുണ്ട്, അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്. നമ്മൾ പരിമിതമായ സമയത്തിൽ ആവശ്യം അങ്ങനെ തന്നെ കണക്കാക്കുകയും വേണം. കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസുകൾക്കും ഒരു ഭയമുണ്ട്. അവരോടൊപ്പം തന്നെ ഇന്നും മുസ്ലിം ലീഗിന്റെ ആ വർഗീയ രാഷ്ട്രീയം പിന്തുടരുന്നവർക്കും പിന്നീട് ഇസ്ലാമിക തീവ്രവാദികളായി മാറിയവർക്കും ഒക്കെ ഒരു ഭയമുണ്ട്. കാരണം 1947 വിഭജനത്തിന്റെ കാര്യങ്ങൾ വീണ്ടും ചർച്ചയായാൽ അവരൊക്കെ വിചാരണ ചെയ്യപ്പെടുമോ എന്നൊരു സംശയം. കാരണം ഒന്ന്, കമ്മ്യൂണിസ്റ്റുകൾ 17 ഭാരതം വിഭജിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതെന്ന്. അതെന്തിനായിരുന്നു? അങ്ങനെ ഒരു വിഭജനം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തെ തമ്മിൽ തന്നെ കൂടിക്കൊള്ളും. ചെറിയ ചെറിയ രാജ്യങ്ങൾ പണ്ടുണ്ടായിരുന്ന പോലെ പരസ്പരം സംഘർഷങ്ങളിൽ ഏർപ്പെടും. അതുപോലെ തന്നെ പാർട്ടി ആന്ധ്രയിലും കേരളത്തിലെ പുന്നപ്രവേരാലൊക്കെ ഉണ്ടാക്കിയതുപോലെ സംഘർഷങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിലും കഴിയുന്ന കുടുംബങ്ങളിൽ പോലും അച്ഛനെയും മക്കളെ നമ്മൾ തല്ലിക്കുന്ന രാഷ്ട്രീയമാണ്. ആ അടവ് തയ്യാറാണ് അന്ന് ഭാരതത്തിൽ ഇവർ പദ്ധതി ഇട്ടത്. ഇന്ന് വോക്കിസം എന്നൊക്കെ പൊതുവെ അമേരിക്കയിൽ ഇവർ ചർച്ച ചെയ്യുന്ന കാര്യം തർക്കങ്ങൾ ഉണ്ടാകാനുള്ള, സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത വളർത്തുക. അങ്ങനെ വന്നപ്പം അവരുടെ പദ്ധതി എന്ന് പറയുന്നത് 17 വിഭജിക്കണം. അതിനാണ് EMS ഒക്കെ വേറെ വേറെ നാടാക്കിയത്. കേരളം മലയാളികളുടെ ജന്മഭൂമി, ആന്ധ്ര അവരുടെ ജന്മഭൂമി, പഞ്ചാബ് അവരുടെ ജന്മഭൂമി. ഇവരുടെ അനുയായികളാണ് മുസ്ലിം തീവ്രവാദികളും കനയ്യകുമാറും ഒക്കെ JNUവിൽ മുദ്രാവാക്യം വിളിച്ചത്. ഭാരത്തെ ടുക്കടെ ഹോങ്കെ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഭാരതത്തെ കഷണമാക്കിയാക്കുന്നു. ആ കഷണമാക്കുന്നവരെ ജംഗ് രഹേങ്കെ പോരാട്ടം തുടരുമെന്ന് കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിം തീവ്രവാദിയും ഒന്നിച്ചൊന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പോയതാണ്. ഇവരുടെ ലക്ഷ്യം പറയുന്നത്
അക്കാലത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഇടപെട്ട് ഓരോന്നോരോന്നായിട്ട് രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുക. അന്ന് ചൈനയായിട്ടില്ല. സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന പണവും മറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ ഇടപെടുക. അങ്ങനെ 17ആയിട്ട് ഭിന്നിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്താണ് തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ പറ്റുമെന്ന് കരുതിയാണ് ഭിന്നിപ്പിനെ ഒരു കൂട്ടുന്നത്, വിഭജനത്തിന് ഒരു കൂട്ടുനിൽക്കുമായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ്സുകാര് ഖിലാഫത്തിന്റെ പേരിൽ, ഇവിടെ മത തീവ്രവാദത്തിന്റെ പേരിൽ കേരളത്തിൽ തന്നെ കൊലപാതകങ്ങൾ നടന്നു, കൂട്ടക്കൊലകൾ നടന്നത് മലബാറില്. അതിന്റെ നേരെ കണ്ണടച്ചു, പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചില്ല. ഡയറക്റ്റ് ആക്ഷൻ. ആ സമയത്തും നെഹ്റുവിനെ പോലുള്ളവര് തിരിച്ചടി, ഹിന്ദുവിന്റെ ഭാഗത്ത് തിരിച്ചടി തുടങ്ങിയപ്പോഴാണ് ഇടപെടാൻ തയ്യാറായത്. വിഭജനകാലം വന്നു. വിഭജനകാലം വന്നപ്പം വിഭജനത്തിന്റെ പേരിൽ അങ്ങോട്ട് പോയവര് പാകിസ്ഥാനിൽ ചെന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോകുന്ന ഹിന്ദുക്കളുടെ വീടുകളും ക്ഷേത്രങ്ങളും എല്ലാം കൈയടക്കി. പക്ഷെ ഇവിടെ ഗാന്ധിയുടെ സ്വാധീനത്തിൽ നെഹ്റുവിന്റെ സർക്കാർ പറഞ്ഞത്, ഇവിടുന്ന് പോയവരുടെ ഇവിടുന്ന് അങ്ങോട്ട് പോയ ഒരു മുസ്ലിമിന്റെ വീടോ സ്ഥലമോ ഒന്നും അവിടുന്ന് ഇങ്ങോട്ട് വന്നവര് എത്തി നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫലമോ, ഡൽഹിയിലെ തെരുവീഥികളിൽ ഡിസംബർ തെരുവിലെ കൊടുമഞ്ഞിൽ അമ്മയെ നഷ്ടപ്പെട്ട, സഹോദരനെ നഷ്ടപ്പെട്ട, ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ ആ കൊടും ചെയ്ത തെരുവിലിറങ്ങേണ്ടി വന്നു. ആ തെരുവിലിറങ്ങിയ സാഹചര്യമാണ്, അവരനുഭവിച്ച അന്തരീക്ഷമാണ് ഭാരതത്തിന് ഒരിക്കലും പൊറുക്കാൻ വയ്യാത്ത, സഹിക്കാൻ വയ്യാത്ത ഗാന്ധിവധം പോലും വരെ എത്തിച്ചേർന്നത്. അങ്ങനെ പറയുമ്പം ഇവിടെ ഒരു വിഭാഗം ജനങ്ങളെ പിന്നെയും സംഭവിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങനെ വരുമ്പം കോൺഗ്രസ്സുകാർക്ക് ഉത്തരം പറയാനുണ്ട്. വഴിയൊരുക്കാൻ കാത്തുനിന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭിന്നിപ്പിച്ച് പുതിയ അധിനിവേശത്തിന്റെ സാധ്യതകൾ സ്റ്റാലിന്റെ റഷ്യയുടെ സഹായത്തോടെയാണെങ്കിലും അതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക്, കൂട്ടക്കൊലയടക്കം കണ്ണടച്ചവർക്ക്, വിഭജനകാലത്തെ ഭീകരതയ്ക്ക് മുമ്പിൽ കണ്ണടച്ച് ഡിക്റ്റാക്കിയ ജവഹർലാൽ നെഹ്റുവിന്റെ പിൻഗാമികൾക്ക്, അതില് ഇടപെട്ടുവെന്ന് കരുതുന്ന ആ മതഭീകരവാദികളുമായി എന്തെങ്കിലും ഒരു ബന്ധം ഇവിടുത്തെ പോലും ഉണ്ടെന്ന് കരുതി ആ കൊലപാതകത്തിൽ അഭിമാനം പോലും തോന്നിക്കുന്ന ആളുകൾക്ക്, ഇസ്ലാമിക തീവ്രവാദികൾക്ക്, ഈ 3 കൂട്ടർക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാല് കോൺഗ്രസ്, കോംറേഡ്സ് ആൻഡ് കമ്മ്യൂണിസ്റ്റ്, ഈ 3 കൂട്ടർക്കും ആ ഓർമ്മകൾ ഇനി ഉണ്ടാകുന്നത് തങ്ങൾ വിചാരണ ചെയ്യപ്പെടാനുള്ള അവസരമാണെന്ന് ഭയമുണ്ട്. പക്ഷെ അതിനും ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. അന്ന് തന്നെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ക്രൂരമായ സംഭവമായിരുന്നു ഇത് ഓർമ്മയിലുണ്ടാവേണ്ടത് നാളത്തെ സമൂഹത്തെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കേണ്ട ഒരു രീതിയാവണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നത് പോലെ ഹോളോകോസ്റ്റ്, ആ ജൂതസംഹാരത്തിന്റെ ഹോളോകോസ്റ്റ് സ്മരിക്കുന്നത് പോലെ വിഭജനകാലത്തെ അതിന് ഈ വർഷം സാധിക്കുന്നില്ലെങ്കിൽ പോലും അടുത്ത വർഷം കേരള സമൂഹം യൂണിവേഴ്സിറ്റികൾക്കുള്ളിലല്ല, ഗ്രാമാന്തരങ്ങളിൽ ആചരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറണം. അത് മാറുന്നതിനുള്ള തുടക്കം നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രി ബിന്ദുവും ഒക്കെ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരി കൊളുത്തിയതിന് നന്ദി. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.